ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത് ഒരു മെഗാ ഗിവ് അവേ വീഡിയോ ആണ് 40 ആളുകൾക്ക്. ആ ഒരു വീഡിയോയിൽ ഒരു 5 ചോദ്യങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിച്ചിരുന്നു. ആ 5 ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചു തരുന്ന മെസ്സേജ് ആയിട്ടോ കമൻ്റ് ആയിട്ടോ അയച്ചു തരുന്ന ആളുകളിൽ നിന്ന് 40 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് വീട്ടിൽ കൊറിയർ മുഖാന്തരം പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. 3500-നടുത്ത ആളുകളാണ് കമൻറ്റും മെസ്സേജും ഒക്കെ ആയിട്ട് ഉത്തരങ്ങൾ അയച്ചത്. ഇൻസ്റ്റയിൽ മാത്രം നമ്മൾക്കൊരു 457 മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു വാട്സാപ്പ് നമ്പർ കൊടുത്തു, അതിലൊരു 1000-നടുത്തുണ്ടായിരുന്നു. ഈ യൂട്യൂബിൻ്റെ കമൻറ്റിലും ഒരു 1500-700-നൊക്കെ മുകളിൽ കമൻറ്റുകളുണ്ട്. അപ്പോൾ ഈ 3500 ആളുകൾ ഉത്തരം അയച്ചതിൽ നിന്ന് 5-ൽ 5 ശരിയായ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും ഇല്ല. ഒരാൾക്ക് പോലും 5 ചോദ്യങ്ങൾ, അതായത് ഭയങ്കര, ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര റയറായിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നുമല്ല, എല്ലായിടത്തും ഉള്ള പല പുസ്തകങ്ങളിലുള്ള ചോദ്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാമായിരുന്നു, ആരോട് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു, എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാമായിരുന്നു. എന്നിട്ട് പോലും വെറും 5 ചോദ്യങ്ങൾ ശരിയാക്കിയ ഒരാൾ പോലും ഇല്ല. പക്ഷെ നമ്മൾക്ക് 40 പേർക്ക് എന്തായാലും പുസ്തകം കൊടുക്കണമല്ലോ, കാരണം അത്രയും പുസ്തകം ഇവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 5 ചോദ്യത്തിൽ 4 ശരിയാക്കിയ ആളുകളെ കണ്ടുപിടിക്കാനായിരുന്നു അടുത്ത ശ്രമം. അങ്ങനെ ഒരു 62ഓളം 64-65ഓളം ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നിന്ന് 42 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. 5-ൽ 3 ശരിയാക്കിയ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് 5-ൽ 5 ശരിയാക്കാൻ പറ്റിയില്ല? ഇതിപ്പോൾ ഓക്കെ, പല റീസൺസും ഉണ്ടാവും. പെട്ടെന്ന് ഉത്തരം അയച്ചുകൊണ്ടാവും, സെർച്ച് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് എനിക്ക് ഉത്തരം വേണ്ട, കാരണം എൻ്റെ അറിവ് കൊണ്ട് മാത്രം നേടിയാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. പറയാൻ പറ്റില്ല, ഉണ്ടാവാം, ഉറപ്പാണ്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ പറ്റിയ ഈ ഒരു അബദ്ധം ഒരു കാരണവശാലും PSC പരീക്ഷയ്ക്ക് പറ്റാൻ പാടില്ല. കാരണം PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കുന്ന PSC പാനൽ, അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പരിപാടി നിങ്ങളുടെ എല്ലാവരെയും സർക്കാർ ജോലിയിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം എല്ലാവരും നടത്തുന്നത്. നിങ്ങളെ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ നിങ്ങളാ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു പരീക്ഷ എഴുതുമ്പോൾ 1000-2000 മാത്രം വേക്കൻസി ഉള്ളപ്പോൾ ബാക്കി ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളെ എങ്ങനെ കൂട്ടത്തോടെ പുറത്താക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറേ അധികം വ്യത്യസ്ത ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും ഒക്കെ കയറി വരുന്നത്. സോ നിസ്സാരം സെക്കൻഡ് മാത്രമേ അവിടെ സമയമുള്ളൂ ഒരു ചോദ്യം വായിക്കുക, ഉത്തരം എഴുതുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ആദ്യത്തെ ഉത്തരം തന്നെ ചിലപ്പോൾ കുഴപ്പിക്കുന്നതായിരിക്കും, അങ്ങോട്ട് തന്നെ എല്ലാവരും പോകും. ചോദ്യം വായിക്കുമ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ജസ്റ്റ് ഒരു തവണ വായിച്ചു നോക്കിയിട്ടും സംശയം ഉണ്ടെങ്കിൽ പിന്നെ വായിക്കാനേ നിൽക്കണ്ട. 100 കഴിയുക, സമയമുണ്ടെങ്കിൽ റിപ്പീറ്റ് വായിക്കുക എന്നുള്ള പരിപാടിയാണ് എപ്പോഴും നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ 100 അറിയാവുന്ന മാത്രം എഴുതുമ്പോൾ നല്ലൊരു ശതമാനം അറിയാവുന്ന ഉണ്ടാവും. ഒരു ഉത്തരം എഴുതിയില്ലെങ്കിൽ ഒരു മാർക്ക് നഷ്ടപ്പെടും, എഴുതിയിട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ 1-ന് മുകളിൽ മാർക്കാണ് നഷ്ടപ്പെടുന്നത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ 5 ചോദ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഒന്ന് വായിച്ചതിൻ്റെ ഉത്തരം പറയാം, എന്നിട്ട് ആ 40 പേര് ആരൊക്കെയെന്ന് പറയാം. അതിൽ കുറച്ച് പേരുടെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടില്ല, അവരുടെ പേര് ഞാൻ വായിക്കാം, കാരണം അവരിനി കണ്ടുപിടിക്കാൻ പാടാണ് നമ്മൾക്ക്. അതുകൊണ്ട് തന്നെ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് ഒന്ന് അയച്ചു തരണം. ഞാൻ ലാസ്റ്റ് പറയാം അത്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ദൈർഘ്യത്തിൽ തീരദേശമുള്ളത്. ഒന്നും കൂടി ഒന്ന് കേട്ടോ, ജസ്റ്റ് ഒരു തവണ കൂടി ഒന്ന് കേട്ടോ എല്ലാവരും. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ദൈർഘ്യത്തിൽ തീരദേശമുള്ളത് എന്ന് വെച്ചാൽ ഈ അടിയിലുള്ള ഓപ്ഷൻസിൽ ഏറ്റവും ദൈർഘ്യത്തിൽ തീരദേശമുള്ളതെന്നാണ് സിമ്പിളായിട്ടൊക്കെ പറയുമ്പോൾ. ഓപ്ഷൻ എ ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ആൻഡമാൻ നിക്കോബർ. ഭൂരിഭാഗം ആളുകളും തെറ്റിച്ച ചോദ്യമാണ് ഇത്. എന്നാൽ ഇത് ഭയങ്കര പാടായ ചോദ്യമാണോ? അല്ല. എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്ക് പഠിക്കാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. പഠിച്ച ഒരാൾക്കായിരിക്കും ചാടി കയറി ഓവർ കോൺഫിഡൻസ് നല്ലതല്ല എന്ന ഏതോ സിനിമയിൽ പറയുന്നത് പോലെ അതിൻ്റെ ഭാഗമായിട്ട് തെറ്റിപ്പോകുന്നത്. ഓപ്ഷൻ എ ഗുജറാത്താണ്. ഗുജറാത്ത് പല ആൾക്കാരും എഴുതിയിട്ടുണ്ടാവും, തെറ്റാണ്. ഈ ഓപ്ഷനിൽ നിന്ന് ഏതിനാണ് കൂടുതൽ തീരദേശം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം ആൻഡമാൻ നിക്കോബർ ആണ്. നമ്മുടെ ഇന്ത്യയുടെ തീരദേശം എന്ന് പറയുന്നത് എത്രയാണ്? അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പല പരീക്ഷയ്ക്കും. ഇന്ത്യയുടെ തീരദേശം 7516.6 എന്ന് വെച്ചാൽ 7516.6 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തീരദേശം. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ലാൻഡ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ വരയ്ക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് പിക്ചറൊക്കെ കാണിക്കാം. ആ മെയിൻ ലാൻഡും ലക്ഷദ്വീപ്, ആൻഡമാൻ, അങ്ങനെ പല ദ്വീപുകളുണ്ട്. അവിടെയുള്ള ആൾക്കാരൊക്കെ ഇന്ത്യക്കാരാണ്.
അവർ ഇന്ത്യയുടെ പ്രധാന കരഭാഗത്ത് നിന്ന് വിട്ടിട്ടാണ് കിടക്കുന്നത്. അത് വാസ്തവമാണ്, നിങ്ങൾക്കറിയാം. അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിനൊന്നുമില്ല, ഈ പറഞ്ഞ റോഡുകളുമില്ല, ഫ്ലൈറ്റോ ഷിപ്പോ മാത്രമേ ഉള്ളൂ. കാരണം അത് ദ്വീപാണ്. പക്ഷെ അവിടെയുള്ള ആൾക്കാർ ഇന്ത്യക്കാരാണ്. അത് ഇന്ത്യയുടെ കരഭാഗമാണ്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തൊക്കെ നിയമങ്ങളുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട്. സോ ഇന്ത്യയുടെ പ്രധാന കരഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ തീരദേശം എന്ന് പറയുമ്പോൾ അതുമൊക്കെ കൂട്ടണം. അതുമൊക്കെ കൂട്ടിയിട്ടാണ് ഈ ഒരു സംഖ്യ വരുന്നത് തന്നെ. അപ്പോൾ ആൻഡമാൻ്റെ തീരദേശവും ലക്ഷദ്വീപിൻ്റെ തീരദേശവും ബാക്കി ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയൊക്കെ തീരദേശങ്ങളും ഒക്കെ കൂട്ടുമ്പോൾ 7516.6 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം. എന്നാൽ ഇന്ത്യയുടെ പ്രധാന കരഭാഗത്തിൻ്റെ തീരദേശ ദൈർഘ്യം അല്ലെങ്കിൽ ഇന്ത്യൻ മെയിൻലാൻഡ്, ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻലാൻഡ്, ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നതാണ് 6100 കിലോമീറ്റർ. ഈ പറയുന്ന ആൻഡമാനെ ലക്ഷദ്വീപിനെയൊക്കെ ഒഴിവാക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ഇന്ത്യയിലെ പ്രദേശം താഴെ തന്നിരിക്കുന്നതിൽ ആൻഡമാൻ നിക്കോബറാണ്. ഇനി അതില്ലെങ്കിൽ ഗുജറാത്ത് എഴുതാം. കാരണം ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ആന്ധ്രാപ്രദേശാണ്. ആൻഡമാൻ നിക്കോബർ അല്ല, ആന്ധ്രാപ്രദേശാണ്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് തമിഴ്നാട്. ആന്ധ്രാപ്രദേശിനെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നോ, 973 കിലോമീറ്റർ. ഒന്ന് പഠിക്കണമെന്നില്ല, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. പക്ഷേ ആൻഡമാൻ ആൻഡ് നിക്കോബറിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 1962 അതായത് 1962 കിലോമീറ്റർ തീരദേശ ദൈർഘ്യമുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് കുഞ്ഞു കുറേ ദ്വീപുകളാണ് ആൻഡമാൻ ആൻഡ് നിക്കോബർ. 572 ദ്വീപുകളുണ്ട് ഇവിടെ. അപ്പോൾ തീരദേശം അളക്കുമ്പോൾ ഒരു ദ്വീപ് എടുക്കുമ്പോൾ ആ ദ്വീപിന്റെ ചുറ്റും അളക്കണം. അങ്ങനെ വരുമ്പോൾ 572 ദ്വീപിന്റെയും തീരദേശം അളക്കേണ്ടി വരും. സോ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ഇന്ത്യൻ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പിന്നെയും ഒരുപാട് പേര് ശരിയാക്കി കേട്ടാ. കാരണം ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. ഒന്നാമത്തെ ശ്രദ്ധിച്ചു വായിച്ചാൽ കിട്ടുമായിരുന്നു. 2, ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത വ്യക്തി ആര്? ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ സി തേജ് ബഹദൂർ സപ്രു, ഓപ്ഷൻ ഡി ആരുമല്ല. ഇവരാരുമല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് വായിച്ചു നോക്കാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ലണ്ടനിൽ വെച്ച് നടന്ന, ഓക്കെ, ലണ്ടനിലാണ് നടന്നത്. 3 വട്ടമേശ സമ്മേളനത്തിലും 3 പറയുന്നുണ്ട്, ഒരെണ്ണത്തിനെ കുറിച്ചല്ല പറയുന്നത്. 3 കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത വ്യക്തി. 3 പങ്കെടുത്ത ആരാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോക്ടർ BR അംബേദ്കർ എഴുതാം, തേജ് ബഹദൂർ സപ്രു എഴുതാം, വേറെയും ആൾക്കാരുണ്ട്. ഇതിൽ കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഈ 3 വട്ടമേശ സമ്മേളനത്തിലും ആരായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ വട്ടമേശ സമ്മേളനത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവുന്നത് കോൺഗ്രസിന് വേണ്ടി ആദ്യത്തെ വട്ടമേശ സമ്മേളനത്തിൽ ആരും തന്നെ വന്നിട്ടില്ല. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയുണ്ട്, നാട്ടുരാജാക്കന്മാരുണ്ട്, വേറെ ഒരുപാട് പേരുണ്ട്. പക്ഷെ കോൺഗ്രസിന് വേണ്ടി ആരും വന്നിട്ടില്ല. പക്ഷേ വരേണ്ടത് കോൺഗ്രസിന് വേണ്ടിയും കൂടിയാണ്. കാരണം കോൺഗ്രസ് ആണ് ആ സമയത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി. അങ്ങനെ ബ്രിട്ടീഷുകാർ കോൺഗ്രസിനോട് പറഞ്ഞു, INCനോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾ മീൻസ് രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾക്ക് പരിഹരിക്കാം. അങ്ങനെ കോൺഗ്രസ് എന്ത് ചെയ്തു? രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിന് വേണ്ടി ഒരാളെ അയച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗാന്ധിജി. അപ്പോൾ ആദ്യത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമാണ്. അതിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം പോയത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ഓക്കെ, അപ്പോൾ ഉത്തരത്തിൽ ഗാന്ധിജി ഓപ്ഷൻ എ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും ഗാന്ധി എഴുതിയിട്ടുണ്ടാവും. ഉത്തരം തെറ്റുമാണ്. കാരണം 3 വട്ടമേശ സമ്മേളനത്തിലും കോൺഗ്രസിന് വേണ്ടി പങ്കെടുത്ത ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 വട്ടമേശ സമ്മേളനത്തിനും കോൺഗ്രസിന് പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേന് മാത്രമേ കോൺഗ്രസ് പങ്കെടുത്തുള്ളൂ, INC പങ്കെടുത്തുള്ളൂ. സിമ്പിളല്ലേ, എളുപ്പമാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഉത്തരം ഇവരാരുമല്ല എന്നാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കുറേ പേര് ശരിയാക്കി കേട്ടോ. ഇത് ഞാൻ എന്നാലും പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ,
ഇനി ഒരു ചോദ്യം എൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. 3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ BR അംബേദ്കർ ഉണ്ട്, തേജ് ബഹദൂർ സപ്രു ഉണ്ട്, രാമസ്വാമി മുതലിയാർ ഉണ്ട്, VT കൃഷ്ണമാചാരി ഉണ്ട്, NM ജോഷി ഉണ്ട്. ഈ NM ജോഷി ചിലപ്പോൾ കിട്ടത്തില്ല. ഒരു മുതലുണ്ടെന്നൊക്കെ ആലോചിച്ച് നോക്ക്. വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരു മുതലൊക്കെ പോയിരുന്നു. പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പുള്ളിക്കാരൻ ബോഡി ഷേമിംഗ് ഒന്നും അല്ലേ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. രാമസ്വാമി മുതലിയാർ, പിന്നെ ഒരാൾ ചാരി നിന്ന ഒരാളുണ്ട് വട്ടമേശ സമ്മേളനത്തിൽ, കൃഷ്ണമാചാരി. ഇപ്പം കിട്ടുമല്ലോ. VT കൃഷ്ണമാചാരി, NM ജോഷി, ഒരു മുതല പോയി. പിന്നെ BR അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവും മസ്റ്റായിട്ടും പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം എപ്പോഴും ഓപ്ഷനാണ്, വേറെ പലതിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ ഈ ആൾക്കാർ ആരാണെന്നുള്ളത് മെയിൻ പോയിന്റാണ്. ഈ ആൾക്കാരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒന്ന്, 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ആളാണ് തേജ് ബഹദൂർ സപ്രു, BR അംബേദ്കർ, ചാരി നിന്ന കൃഷ്ണമാചാരി, ഒരു മുതല പോയി, രാമസ്വാമി മുതലിയാർ, ജോഷി എന്നെ ചതിച്ചാശാൻ എന്നൊക്കെ പറയുന്നു. ചുവടെയുള്ളവരിൽ ആദ്യമായി ഭാരതരത്നം നൽകി ആദരിച്ചവരിൽ ഉൾപ്പെടാത്തത് ആര്? ഒരുപാട് പേർക്ക് തെറ്റിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ഒരിക്കൽ കൂടി പതുക്കെ വായിക്കാം. ചുവടെയുള്ളവരിൽ മീൻസ് അടിയിൽ കുറച്ച് പേരുടെ പേരുണ്ട്. അതിൽ ആദ്യമായിട്ട് ഭാരതരത്നം നൽകി ആദരിച്ച ആളുകളിൽ ഇല്ലാത്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കണ്ടപ്പോൾ തന്നെ മിക്ക ആൾക്കാരും അതങ്ങോട്ട് എഴുതി വെച്ച്, അതില്ലാത്തതാണെന്ന് പെട്ടെന്ന് കിട്ടിയെന്ന് തോന്നുന്നു പല ആൾക്കാർക്കും. കാരണം ഓപ്ഷൻ എ O രാജഗോപാലാണ്. O രാജഗോപാൽ പലർക്കും അറിയാം, BJP നേതാവാണ്, മുൻ റെയിൽവേ സഹമന്ത്രിയാണ്. അപ്പോൾ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ വന്നിട്ടില്ല, ഭാരതരത്നം കിട്ടിയിട്ടില്ല, അതങ്ങോട്ട് എഴുതി. ഓപ്ഷൻ ബിയും സിയും ഒന്നും കാര്യമായിട്ട് വായിക്കാൻ നിന്നില്ല. ഓപ്ഷൻ ബി CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ള സാഹിത്യകാരനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് CV രാമനാണ്. CV രാമൻ നിങ്ങൾക്കറിയാം, ഫിസിക്സിന് വേണ്ടി ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കിട്ടിയ ഏഷ്യക്കാരൻ. അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് CV രാമൻ പിള്ള കിട്ടിയിട്ടില്ല. സോ O രാജഗോപാലിനും കിട്ടിയിട്ടില്ല, CV രാമൻ പിള്ളക്കും കിട്ടിയിട്ടില്ല. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഡോക്ടർ K രാധാകൃഷ്ണനാണ്. അവിടെയും പല ആൾക്കാർക്കും തെറ്റിപ്പോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്, നമ്മുടെ മുൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. ഈ മുന്നല്ല, കുറേ മുൻ, അതായത് 2ാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി, ആദ്യത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയൊക്കെ ആയ ഡോക്ടർ S രാധാകൃഷ്ണനെയാണ് ഭാരതരത്നം കിട്ടിയിരിക്കുന്നത്. ഇത് ഡോക്ടർ K രാധാകൃഷ്ണൻ, നമ്മുടെ ISROന്റെ മുൻ ചെയർമാനാണ്, കിട്ടിയിട്ടില്ല. സോ O രാജഗോപാൽ കിട്ടിയിട്ടില്ല, CV രാമൻ പിള്ള കിട്ടിയിട്ടില്ല, ഡോക്ടർ K രാധാകൃഷ്ണനും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് ഭാരതരത്നം ഇന്ത്യ കൊടുത്തത് 3 പേർക്കാണ്, CV രാമൻ, ഡോക്ടർ S രാധാകൃഷ്ണൻ. അത് ആ ഒരു ഇനീഷ്യലി വളരെ ഇമ്പോർട്ടൻ്റ് ഇനീഷ്യലാണ്. ഡോക്ടർ S രാധാകൃഷ്ണനും ഡോക്ടർ K രാധാകൃഷ്ണനും വേറെ രാൾക്കാരാണ്. K രാധാകൃഷ്ണൻ ISRO ചെയർമാൻ, S രാധാകൃഷ്ണൻ ഭാരതരത്നം കിട്ടിയത്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. പിന്നത്തെ ആളാണ് C രാജഗോപാലാചാരി. ഓക്കെ, അപ്പോൾ ഇവർക്കാണ് ഭാരതരത്നം കിട്ടിയത്, O രാജഗോപാലിനല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവരാരുമല്ല. അതാണ് നമ്മുടെ ശരി ഉത്തരം. ചുവടെയുള്ളവരിൽ ആദ്യമായി ഭാരതരത്നം നൽകി ആദരിച്ചവരിൽ ഉൾപ്പെടാത്തത് ആര്? ഇവരാരുമല്ല. ഇനി ഓപ്ഷൻ അല്ല, നമ്മുടെ 4ാമത്തെ ചോദ്യം. അത് ഞാനൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് ഇവിടെ കാണിക്കാം. ഈ ഒരു ഫോട്ടോ, ഒരു മിനിറ്റ് കേട്ടോ, ഇത് റെക്കോർഡിംഗ് ആണ്, നോക്കട്ടെ. ഓക്കെ, ഈ ഒരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് ഇത് ആരാണ് എന്നാണ് ചോദിച്ചത്. ഇദ്ദേഹത്തിനെ കുറിച്ചൊരു ഓപ്ഷനും പറഞ്ഞു. ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കിട്ടി. ആ സമയത്ത് തന്നെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് ഈ സ്വർണ്ണ മെഡൽ അച്ഛൻ്റെ കുഴിമാടത്തിൽ നിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. ഇത് അമ്മ വന്ന് തടഞ്ഞു. അപ്പോൾ അമ്മയോട് പറഞ്ഞ വാക്കാണ്, അല്ലെങ്കിൽ ഡയലോഗാണ്, അച്ഛന് വേണ്ടി ഞാൻ ഇനിയും സ്വർണം നേടുമെന്ന്. വെറും വാക്കൊന്നും ആയിരുന്നില്ല. പിന്നീട് 9 സ്വർണം നേടി. ആരാണ് ഇത് എന്നായിരുന്നു ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആളാണ്, ഇപ്പോൾ ഒരു സിനിമാടനാണെന്നും പറഞ്ഞു. കാൾ ലൂയിസ് ആണ് വ്യക്തി. വളരെ ഫേമസ് ആയ ആളാണ്. നൂറ്റാണ്ടിൻ്റെ കായിക താരം എന്നൊക്കെ ഒരു ഡെഫിനേഷനുള്ള മനുഷ്യനാണ് കാൾ ലൂയിസ്. 9 സ്വർണ്ണ മെഡൽ നേടി. 100 മീറ്റർ, 200 മീറ്റർ, പിന്നെ 400 മീറ്റർ റിലേ, പിന്നെ ലോങ് ജമ്പ്. ഇതൊക്കെ പുള്ളിക്കാരൻ്റെ മെയിൻ ഐറ്റമാണ്. PSCക്ക് ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കാൾ ലൂയിസ്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ പേര് പോയി ശരിയാക്കി. ആ ഫോട്ടോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും പേര് കിട്ടുമായിരുന്നു. അടുത്ത ചോദ്യം ചോദിച്ചത് നമ്മുടെ മഹാത്മാഗാന്ധി ഒരു സ്ഥലത്ത് പോയപ്പോൾ, ഏതാണ് സ്ഥലമെന്നും ഞാൻ പറയില്ലെന്ന് എന്തോ സൂചിപ്പിച്ചിരുന്നു. ആ സ്ഥലത്ത് പോയപ്പോൾ മഹാത്മാഗാന്ധി ഒരാളെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. ഇദ്ദേഹം ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു. ഇത് ഗാന്ധിജി ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നായിരുന്നു ചോദ്യം. ഒരിക്കൽ കൂടി പതുക്കെ പറയാം. ഇദ്ദേഹം ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു.
എന്ന് ഗാന്ധി ആരെക്കുറിച്ചാണ് പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻ്റായിട്ട് ഇട്ടത്. എനിക്ക് തോന്നുന്നു സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും ഇതേപോലത്തെ റിലേറ്റഡ് വല്ലതും പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും. എന്നാൽ ഈ ഒരു പോയിന്റ് ഗാന്ധി പറഞ്ഞത് വിവേകാനന്ദനെ കുറിച്ചാണ്. വിവേകാനന്ദൻ്റെ ആശ്രമം സന്ദർശിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞ കാര്യമാണ്, ഇദ്ദേഹം ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു. യൂത്തന്മാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നേതാവാണ് വിവേകാനന്ദൻ. നിങ്ങൾക്കറിയാം അല്ലേ, നമ്മളെ പോലെയുള്ള യൂത്തന്മാരെ. കാരണം യൂത്തന്മാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഡയലോഗുകൾ, മോട്ടിവേഷൻസ് ഒക്കെ ചെയ്ത വ്യക്തിയാണ് വിവേകാനന്ദൻ. വിവേകാനന്ദൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിയാണ് തിരിച്ചു ചോദിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് 5 ചോദ്യത്തിൻ്റെ ഉത്തരം. ലാസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വിവേകാനന്ദൻ. വിവേകാനന്ദൻ ശരിയാക്കിയ ഒരാൾ പോലുമില്ല. അതുകൊണ്ടാണ് നമ്മൾ 5ൽ 4 ശരിയാക്കിയ ആളുകൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ പേര് വായിക്കുന്ന ആൾക്കാർ അഡ്രസ്സ് ഇപ്പോഴും അയച്ചു തന്നിട്ടില്ലെങ്കിൽ ഒന്ന് അയച്ചു തരുന്നേ. നിങ്ങൾക്ക് എവിടെ നിന്നാണോ ആ മെസ്സേജ് വന്നത് ആ ഒരു സ്ഥലത്ത് തന്നെ അയക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ നിന്നായിരിക്കും മെസ്സേജ് വന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാ പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും മെസ്സേജ് വരുന്നത്. എവിടെ നിന്നാണോ വന്നത് അവിടെ തന്നെ അയക്കുക. അപ്പോൾ ഒന്നാമത്തെ ആൾ പ്രസ്മിത രാജനാണ്, എറണാകുളം. 2 ലക്ഷ്മി ഉണ്ണിത്തൻ. ഞാൻ ഇനി നമ്പർ വായിക്കുന്നില്ല, ആ ആളുടെ പേര് മാത്രം വായിക്കുന്നുള്ളൂ, പേര് സ്ഥലവും. ലക്ഷ്മി ഉണ്ണിത്തൻ കൊല്ലം. റിയാസ് എസ് ആലപ്പുഴ. ആരിഫ കെ കോഴിക്കോട്. ജോൺസൺ ജോയ് ആലപ്പുഴ. ശ്രീഷ പി എസ് തൃശ്ശൂരി. മരിയ ഇല്ലിക്കൽ മലപ്പുറം. അഭിഷേക് എം പി തൃശ്ശൂരി. വിഷ്ണുപ്രിയ ആർ പത്തനംതിട്ട. സക്കീർ കെ മലപ്പുറം. രേഷ്മ എം പി ആലപ്പുഴ. അശ്വതി പി ആർ കോട്ടയം. അതുല്യ കൊല്ലം. ഈ സൈഡിൽ കാണിച്ചേക്കാം. ഹരീഷ് ആർ ട്രിവാൻഡ്രം. അർജുൻ കെ കാസർഗോഡ്. സ്വാതി കെ ഇ കണ്ണൂര്. ഉദയകൃഷ്ണ കെ കണ്ണൂര്. അമൃത എ കണ്ണൂര്. ഇഷാക്ക് എം പി മലപ്പുറം. രൺദീപ് കെ സി കണ്ണൂര്. ശിവപ്രിയ കെ എസ് എറണാകുളം. അജിത സതീഷ് എറണാകുളം. ശരണ്യ സജീവ് എറണാകുളം. ശ്രുതി സജീവ് വയനാട്. നീതു സുധീഷ് എറണാകുളം. അഖിൽ കെ എസ് തൃശ്ശൂർ. ലിയാന ജാബിൻ വി കോഴിക്കോട്. ഷിന എം എസ് തൃശ്ശൂർ. ഷിന അല്ലെങ്കിൽ ഷൈന എന്നായിരിക്കും കേട്ടോ ചിലപ്പോൾ പ്രൊണൗൺസിയേഷൻ. ഷൈൻ കെ കെ എറണാകുളം. ആദിത്യൻ കെ എം തൃശ്ശൂർ. രാജേഷ് കെ വി കാസർഗോഡ്. അമർനാഥ് ടി കോഴിക്കോട്. അഖിലേഷ് എൻ ആർ ആലപ്പുഴ. സുറുമി എം കൊല്ലം. ഗ്രീഷ്മ കൊല്ലം. ടിൻഡു മറീന ബാബു ട്രിവാൻഡ്രം. നിത്യ ആർ പാലക്കാട്. അയന പി പി കണ്ണൂർ. ലക്ഷ്മി ഉണ്ണിത്താൻ സ്ഥലമില്ല. പിന്നെ ബാക്കി 40, 41, 42 അഡ്രസ്സ് കിട്ടിയിട്ടില്ല. നേരത്തെ അയച്ച ആളുകളുടെ ഒന്നും അഡ്രസ്സ് കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ നിങ്ങൾ വിന്നറായി നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരിക എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഗത്ത് നിന്ന് മെസ്സേജ് വന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് തന്നെ അയക്കുക. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി സോർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈ 40 പേരുടെ അഡ്രസ്സ് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് അയക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും തെറ്റ് വന്നാൽ ഈ സംഭവം റിട്ടേൺ വരികയും ചെയ്യും. അതാണ് അടുത്തൊരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച 2 പുസ്തകങ്ങളും കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കാണെങ്കിലും ഇപ്പോൾ വരാൻ പോണ LDക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്കാണെങ്കിലും എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇനി ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. കരിയർ ഗൈഡൻസിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടോ ഓൺലൈൻ മുഖാന്തരമോ വാങ്ങാം. ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സംഭവം വീട്ടിൽ കിട്ടും. കേരളത്തിൽ എവിടെയാണെങ്കിലും, ഇന്ത്യയിൽ വേറെ സംസ്ഥാനത്താണെങ്കിലും ഒക്കെ കിട്ടും PSCക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ ഗിവ് അവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ഗിവ് അവേ വീഡിയോക്ക് അത്രമാത്രം റെസ്പോൺസ് ഉണ്ടായിരുന്നു. 10,3500 ആളുകൾ ഈ ഗിവ് അവേക്ക് വേണ്ടി മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഗിവ് അവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വൈകാണ്ട് തന്നെ അടുത്ത വീഡിയോസായിട്ട് നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിൽ നമ്മൾ ഈ ഇത്രയും ആളുകൾ എൻ്റെ എണ്ണം ഒന്ന് കുറച്ചും കൂടി വലിയ പുസ്തകമാക്കാനാണ് തീരുമാനിക്കുന്നത്. കാരണം മൊത്തം PSCക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളുള്ള വലിയ റാങ്ക് ഫയലുകൾ ഇപ്പം നിലവിൽ എല്ലാവർക്കും വേണ്ടത് അങ്ങനത്തെ റാങ്ക് ഫയലുകളാണല്ലോ എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് ഗിവ് അവേക്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻ്റായിട്ട് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നമ്മുടെ ഇൻസ്റ്റാ ID ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. സോ ബൈ.